ഹായ് ഡിയേഴ്സ്, നമുക്ക് നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ളൊരു തലശ്ശേരി ദം ബിരിയാണീൻ്റെ റെസിപ്പി നോക്കാം. നല്ലൊരു ബീഫ് ബിരിയാണീൻ്റെ റെസിപ്പിയാണിത്. ഒരു പാത്രം എടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള RKG, അതുപോലെ തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ, ഇത് രണ്ടും കൂടി മിക്സാക്കി ഒഴിച്ചതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഓൾ സ്പൈസസും ഒരു അരമുറി ഉള്ളി ഇട്ട് ഒന്ന് വഴറ്റിയെടുത്തിന്. അതിൻ്റെ ക്ലിപ്പ് വിട്ടുപോയതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. എന്നിട്ട് ഞാൻ അരിയിട്ട് ആവശ്യത്തിനുള്ള അരിയിട്ട് എന്നിട്ട് അരി ഒന്ന് വറുത്തെടുത്ത് ഈ ഉള്ളി ഓൾ സ്പൈസസ് എല്ലാം ഇട്ട് അതിൻ്റെ കൂടെ തന്നെ അരി ഇട്ട് ഒന്ന് വറുത്തെടുക്കുക. 2-3 മിനിറ്റ് ഒന്ന് ഫുൾ തീയിലിട്ടൊന്ന് വറുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നല്ലൊരു സ്മെല്ലിനും ടേസ്റ്റിനും വേണ്ടിയിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട്, അതുപോലെ തന്നെ 2-3 പുതിനൻ്റെ ഇലയും ഇട്ട്, എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം, അതായത് ഞാൻ 2 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളമാണ് എടുത്തത്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് എന്നുള്ള അളവിൽ. എന്നിട്ട് ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട്, പച്ചവെള്ളം തന്നെയാണ് എടുത്തത്, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുത്ത് ഒരു 2-3 മിനിറ്റ് വെന്തതിന് ശേഷം ഞാൻ തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് അടച്ച് വെച്ച് ഒരു 5-6 മിനിറ്റോളം ദമ്മിട്ട് വെച്ച്, ഇളക്കാണ്ട് അങ്ങനെ ദമ്മിട്ട് വെച്ചാൽ തന്നെ നല്ല പെർഫെക്റ്റ് ചോറ് കിട്ടും. ഇതിനിടയ്ക്ക് 2-3 പ്രാവശ്യം ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചോറ് പെട്ടെന്ന് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അന്നേരം കാണാൻ തന്നെ രസം ഉണ്ടാവില്ല. അതുകൊണ്ട് ദമ്മിട്ടിട്ട് ഇളക്കാണ്ട് തന്നെ ഒരു തവണയെല്ലാം മാത്രം ഇളക്കിയാൽ മതി. ഇളക്കാണ്ട് തന്നെ ഒരു 5-6 മിനിറ്റോളം വെച്ചാൽ തന്നെ നല്ല അടിപൊളി പെർഫെക്റ്റ് ചോറ് കിട്ടും. ഇനി നമുക്ക് അടുത്തത് മസാല ഉണ്ടാക്കാം. അതിനായി ഞാനൊരു പാത്രം വെച്ച് അതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അതൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് 3 മീഡിയം സൈസുള്ള ഉള്ളിയാണ് ഞാൻ എടുക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു 3/4 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കിയിട്ട് ഉപ്പും മഞ്ഞളും ഇട്ടൊന്ന് ഒരു 6 പീസിൽ വേവിച്ച് വെച്ചിന്. എന്നിട്ട് ഞാനിതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട്, അധികം ഉപ്പിട്ടിട്ടില്ല, വാടാൻ മാത്രമുള്ള ഉപ്പിട്ടെ, കാരണം ഞാൻ ബീഫിൽ ഉപ്പിട്ടത് കൊണ്ടാണ്. എന്നിട്ട് ഞാൻ ഈ ഉള്ളിയിലൊന്ന് വാടേണ്ടിയിട്ട് ഒന്ന് അടച്ച് ഒരു 2-3 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുത്ത്, ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിന്. ഉള്ളിയിലൊന്ന് ജസ്റ്റ് ഒന്ന് വാടി വന്നതിന് ശേഷം ഒരു 2 പച്ചമുളക്, അതേപോലെ തന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി, ഇത് എല്ലാം കൂടി ഒന്ന് മിക്സിയിൽ അരച്ചതിന് ശേഷം അതും ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമണലൊന്ന് മാറിയ ശേഷം ഒരു 1.5 തക്കാളി, ഒരു മീഡിയം സൈസ് തക്കാളി, അതേപോലെ തന്നെ ഒരു അരമുറി തക്കാളി കൊടുത്ത് അതും ഒന്ന് ഇട്ടതിന് ശേഷം എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുത്ത് പച്ചമണലൊന്ന് മാറി തക്കാളിയിലൊന്ന് അടിഞ്ഞ് സെറ്റായതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു 1/2 സ്പൂണോളം ഗരം മസാല, അതേപോലെ തന്നെ ഒരു 1/4 സ്പൂണോളം മല്ലിപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 സ്പൂണോളം കുരുമുളക് പൊടി, ഇതെല്ലാം ഇട്ട് ഒന്ന് ഇളക്കി പച്ചമണമെല്ലാം മാറിയതിന് ശേഷം മസാലേൻ്റെ മണലെല്ലാം ഒന്ന് മാറി എല്ലാം ഒന്ന് സെറ്റായതിന് ശേഷം ഞാൻ ഇതിലേക്ക് വേവിച്ച് വെച്ച ബീഫ് അതും ഒന്നിട്ട് ഒന്ന് മൊത്തത്തിലൊന്ന് ഇളക്കി സെറ്റാക്കി. എന്നിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ബീഫ് വേവിച്ച വെള്ളം ഉണ്ടേനു, ആ സ്റ്റോക്കും കൂടി ഇതിലേക്ക് ഒഴിച്ച് ഉള്ളിയും ബീഫും മസാലയെല്ലാം കൂടി ഒന്ന് പിടിക്കേണ്ടിയിട്ട് ഒരു 2-3 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുത്ത് ഒരു 2-3 തിള വരുന്നവരെ, ഇതെല്ലാം കൂടി ഒന്ന് സെറ്റാകുന്നവരെ ഒന്ന് വേവിച്ചെടുത്ത് എല്ലാം ഒന്ന് സെറ്റായതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് തൈരാണ് ഒഴിക്കുന്നത്. തൈര് ഒഴിച്ച് അതേപോലെ തന്നെ മല്ലിച്ചപ്പ് പുതിനയും കട്ട് ചെയ്ത് മാറ്റി വെച്ച ഒരു പിടി മല്ലിച്ചപ്പ് പുതിനയും ഇട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി ബീഫും തൈരും എല്ലാം കൂടി ഒന്ന് മിക്സാക്കി ഒരു 2-3 മിനിറ്റോളം ഒന്ന് തിള വരുന്നവരെ ഒന്ന് കാത്തു നിന്ന് ഒരു 2-3 മിനിറ്റ് തിള വന്ന് എല്ലാം ഒന്ന് സെറ്റായതിന് ശേഷം അത് ഓഫ് ചെയ്ത് എന്നിട്ട് ഞാൻ ദമ്മിടാൻ പോകുന്നതാണ്. ദമ്മിടാൻ ഫസ്റ്റ് ഒരു പാത്രം എടുത്ത് അതിലേക്ക് കുറച്ച് ചോറ് ഒഴിച്ച്, എന്നിട്ട് കുറച്ച് ഞാൻ ഉള്ളി വറുത്ത് കോരി മാറ്റിനു അതും കുറച്ചിട്ട്, അതേപോലെ തന്നെ കളർ ഇടുന്നവർക്ക് കളറിടാം, എല്ലാത്തവരും മഞ്ഞൾ പൊടിൻ്റെ ഇട്ടാൽ മതി. എന്നിട്ട് ഞാൻ മസാല നടുക്ക് ഒഴിച്ച് അതിൻ്റെ മേലെ കുറച്ചും കൂടി ബാക്കി വന്ന ചോറും കൂടി ഒഴിച്ച് എല്ലാം കൂടി ഒന്ന് അമർത്തി ഒന്ന് സെറ്റാക്കിയെടുത്ത് കറക്റ്റ് ഒന്ന് ലെവലാക്കി എടുത്തതിന് ശേഷം അതിൻ്റെ മേലിലേക്ക് ഞാൻ വറുത്ത് കോരി വെച്ച ഒരു ഉള്ളി ഞാൻ വറുത്ത് കോരി മാറ്റിയിരുന്നു, അതും അണ്ടിപ്പരിപ്പും മുന്തിരിയും അതെല്ലാം ഒന്ന് ഇതിൻ്റെ മേലെ ഒന്ന് ഇട്ട് ഡെക്കറേഷൻ പോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്ത്, എന്നിട്ട് ഞാൻ കുറച്ച് മല്ലിച്ചപ്പ്
പൊതിനയും കൂടിയിട്ടുള്ള അതും കൂടി ഒന്നിട്ട് ഒന്നൊന്ന് എല്ലാം സെറ്റാക്കിയതിന് ശേഷം കുറച്ച് കളർ ഒഴിച്ച് അതൊരു മുഞ്ചിന് വേണ്ടി കാണാൻ രസത്തിന് വേണ്ടിയിട്ട് കുറച്ച് കളർ ഒഴിച്ച് ഇഷ്ടമില്ലാത്തവർക്ക് ഇടണമെന്ന് നിർബന്ധമില്ല, സ്കിപ്പ് ചെയ്യുക. എന്നിട്ട് ഞാൻ ഒരു പിടി ഗരം മസാല ഒന്ന് മൊത്തത്തിലൊന്ന് പാറ്റി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് ഒരു 10-15 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ദമ്മിട്ട് വെക്കുക. എന്നിട്ട് തുറക്കുമ്പോൾ തന്നെ നല്ല മണം വരും. നല്ല അടിപൊളി ബീഫ് ദം ബിരിയാണി റെഡി. നല്ല സലാഡും അച്ചാറ് എല്ലാം കൂട്ടി കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതൊന്നും ഇല്ലാണ്ട് തന്നെ നല്ല അടിപൊളി ബീഫ് ബിരിയാണി, നല്ല ചൂടോടെ കഴിക്കാൻ പറ്റിയ ബീഫ് ബിരിയാണിയാണ്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടിയാണ്. ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കൂ. താങ്ക് യു.